നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 2024 മികച്ച ODI ടീം ഇപ്പോൾ ICC പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ICC മെൻസ് ODI ടീം ഓഫ് ദി ഇയർ 2024. ഈ സ്ക്വാഡ് നോക്കണം. ഇതിൽ ആരൊക്കെയാണുള്ളത് നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു താരവുമില്ല. നമുക്കറിയാം 2024 ODIയിൽ ഇന്ത്യ വളരെ കുറച്ച് മത്സരങ്ങളെ കളിച്ചുള്ളൂ. അത്ര മികച്ച പ്രകടനവുമായിരുന്നില്ല. സ്വാഭാവികമാണ്, ഇന്ത്യൻ താരങ്ങൾ ആരും ഇതിലില്ല. സ്ക്വാഡിലുള്ളത് സെയിം അയ്യൂബ്, പാകിസ്ഥാൻ്റെ താരം. 9 മത്സരങ്ങളിൽ അദ്ദേഹം 515 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. 113 നോട്ട് ഔട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ. 64.37 ആവറേജ്, 105.53 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറീസ്, ഒരു അർദ്ധ സെഞ്ചുറി. ഒപ്പം റഹ്മാനുള്ള ഗുർബാസ്, അഫ്ഗാനിസ്ഥാനി താരം. 11 മത്സരങ്ങൾ കളിച്ച താരം. 531 റൺസ് അടിച്ചു. 121 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഹയസ്റ്റ് സ്കോർ. 48.2 ആവറേജ്, 89.7 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികൾ, 2 ഹാഫ് സെഞ്ചുറികൾ. പിന്നെ പത്തും നിസാങ്ക, ശ്രീലങ്കൻ താരമായിട്ടുള്ള പത്തും നിസാങ്കയാണ് സ്ക്വാഡിലുള്ള മറ്റൊരു താരം. കഴിഞ്ഞ വർഷം അദ്ദേഹം 12 മത്സരങ്ങളിൽ 694 റൺസ് അടിച്ചു. 210 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ. 63.1 ആവറേജ്, 106.4 സ്ട്രൈക്ക് റേറ്റ്, 3 സെഞ്ചുറികൾ, 2 അർദ്ധ സെഞ്ചുറികൾ. കുശാൽ മെൻഡിസ്, മറ്റൊരു ശ്രീലങ്കൻ താരം. അദ്ദേഹമാണ് വിക്കറ്റ് കീപ്പർ. 17 മത്സരങ്ങൾ കഴിഞ്ഞ വർഷം കളിച്ചു. 742 റൺസ് അടിച്ചു. 143 ഹയസ്റ്റ് സ്കോർ, 53 ആവറേജ്, 90.6 സ്ട്രൈക്ക് റേറ്റ്, 1 സെഞ്ചുറി, 6 അർദ്ധ സെഞ്ചുറികൾ. ചരിത് അസലങ്ക, ശ്രീലങ്കൻ താരം. അദ്ദേഹമാണ് ഈ ICC ടീം ഓഫ് ദി ഇയറിൻ്റെ ODI ടീം ഓഫ് ദി ഇയറിൻ്റെ നായകൻ. 16 മത്സരങ്ങൾ കളിച്ചു. 605 റൺസ് അടിച്ചു. 101 അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ വന്നത്. 50.2 ആവറേജ്, 97.1 സ്ട്രൈക്ക് റേറ്റ്, 1 സെഞ്ചുറി, 4 അർദ്ധ സെഞ്ചുറികൾ. ഷെർഫേൻ റുദർഫോർഡ്, വെസ്റ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള ഷെർഫേൻ റുദർഫോർഡ് 11-ലുണ്ട്. 9 മത്സരങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം കളിച്ചത്. 425 റൺസ് അടിച്ചു. 113 ഹയസ്റ്റ് സ്കോർ, 106.2 ആവറേജ്, 120.1 സ്ട്രൈക്ക് റേറ്റ്, 1 സെഞ്ചുറി, 4 അർദ്ധ സെഞ്ചുറികൾ. അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. ആസ്മത്തുള്ള ഒമർസായി, അഫ്ഗാനി ഓൾറൗണ്ടർ, ഈ ഒരു 11-ലുണ്ട്. 12 മത്സരങ്ങൾ പോയ വർഷം കളിച്ചു. 417 റൺസ് അടിച്ചു. 149 ഹയസ്റ്റ് സ്കോർ, 52.1 ആവറേജ്, 105.6 സ്ട്രൈക്ക് റേറ്റ്, 1 സെഞ്ചുറി അടിച്ചു, 3 അർദ്ധ സെഞ്ചുറികൾ, 17 വിക്കറ്റുകൾ വീഴ്ത്തി. 18 റൺസിൽ 4 വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൗളിംഗ്. വാനിന്ദു ഹസരംഗ, ശ്രീലങ്കൻ താരമായിട്ടുള്ള വാനിന്ദു ഹസരംഗ. അദ്ദേഹം 10 മത്സരങ്ങൾ കളിച്ചു. 26 വിക്കറ്റുകൾ എടുത്തു. 15.6 ബൗളിംഗ് ആവറേജ്, 19 റൺസിന് 7 വിക്കറ്റ് എടുത്തത് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം. പിന്നെ പാകിസ്ഥാൻ്റെ ഷഹീൻ ഷാ അഫ്രീദി ഈ ഒരു സ്ക്വാഡിലുണ്ട്. 6 മത്സരങ്ങളാണ് പോയ വർഷം അദ്ദേഹം ODI കളിച്ചത്. 15 വിക്കറ്റുകൾ, 17.6 ബൗളിംഗ് ആവറേജ്, 47 റൺസിന് 4 വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം. ഹാരിസ് റൌഫ്, പാകിസ്ഥാനി താരമായിട്ടുള്ള ഹാരിസ് റൌഫ് 11-ലുണ്ട്. 8 മത്സരങ്ങൾ, 13 വിക്കറ്റുകൾ എടുത്തു. 22.4 അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ്. 29 റൺസിന് അദ്ദേഹം 5 വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി. പിന്നെ അല്ലാ ഗസൻഫർ, അഫ്ഗാനിസ്ഥാൻ്റെ യുവതാരം. 11 മത്സരങ്ങൾ കളിച്ചു. 21 വിക്കറ്റുകൾ വീഴ്ത്തി. 13.57 അദ്ദേഹത്തിൻ്റെ ആവറേജ്. 26 റൺസിന് 6 വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം. ഇതാണിപ്പോൾ ICCയുടെ മെൻസ് ODI ടീം ഓഫ് ദി ഇയർ. വളരെ പെട്ടെന്ന് 11 എന്ന് പറഞ്ഞാൽ സെയിം അയ്യൂബ്, റഹ്മാനുള്ള ഗുർബാസ്, പതും നിസാങ്ക, കുശാൽ മെൻഡിസ്, ചരിത് അസലങ്ക, ഷെർഫേൻ റുദർഫോർഡ്, അസ്മത്തുള്ള ഒമർസായി, വാനിന്ദു ഹസരംഗ, ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, അല്ലാ ഗസൻഫർ. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ശ്രീലങ്കൻ താരങ്ങൾക്കാണ് ഇതിൽ കൂടുതൽ ആധിപത്യം. ശ്രീലങ്കയിൽ നിന്ന് 4 താരങ്ങളുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് 3 താരങ്ങൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതുപോലെ 3 താരങ്ങൾ ഉൾപ്പെടുന്നു. വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് താരമുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.